വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അസ്ഥിരമായ അന്തരീക്ഷാവസ്ഥയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. മഴ, പൊടിക്കാറ്റ്, ഉയർന്ന ഈർപ്പം എന്നിവ ഇടവിട്ടുള്ള സമയങ്ങളിൽ അനുഭവപ്പെടാനാണ് സാധ്യത. ഉപരിതല ന്യൂനമർദ്ദത്തിന്റെയും അന്തരീക്ഷത്തിലെ വായുസമ്മർദ്ദ വ്യതിയാനങ്ങളുടെയും ഫലമായിട്ടാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. താപനിലയിൽ പ്രകടമായ വ്യത്യാസവും ചിലയിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞുമൊക്കെ പ്രതീക്ഷിക്കുന്നതിനാൽ വാഹനയാത്രക്കാരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. മാറുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. UAE-യിലുടനീളം ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. തിങ്കളാഴ്ച ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. തീരദേശ കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. രാത്രിയിൽ താപനില ഉയരുന്നതിനും മൂടൽമഞ്ഞ് രൂപപ്പെടുന്നതിനും സാധ്യത പറയുന്നുണ്ട്. ചൊവ്വാഴ്ച അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തെക്കൻ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും പൊടിക്കാറ്റിനുമാണ് സാധ്യത. ഉച്ചയോടെ കടൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്നും ശക്തമായ കാറ്റ് ദൃശ്യപരത കുറയ്ക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. പൊടി നിറഞ്ഞ കാറ്റും മിതമായ കടൽ കാലാവസ്ഥയും ഉണ്ടാകും. അതേസമയം ഇന്ന് പൊതുവെ UAE-യിൽ ഭാഗികമായി മേഘാവൃതമായ ആകാശമാണ് ദൃശ്യമാകുന്നത്. പകൽ സമയത്ത് ചില തീരദേശ കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കാണ് സാധ്യത. ഉപരിതല ന്യൂനമർദ്ദ സംവിധാനത്തിന്റെ വികാസമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇതോടൊപ്പം മുകളിലെ വായുവിലെ ന്യൂനമർദ്ദത്തിന്റെ വികാസവും ഉണ്ടാകും. തീരദേശ ഉൾപ്രദേശങ്ങളിൽ പരമാവധി 31 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിൽ ഏകദേശം 22 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. തീരത്ത് 20 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉൾനാടൻ പ്രദേശങ്ങളിൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വത പ്രദേശങ്ങളിലാണെങ്കിൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴ്ന്ന താപനില അനുഭവപ്പെടും. രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും ഈർപ്പം വർദ്ധിക്കും. ഇത് ചില തീരദേശ ഉൾപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈർപ്പവും നീണ്ടു നിൽക്കുന്ന മേഘാവൃതവും ചേർന്ന് യാത്രക്കാർക്ക് ദൃശ്യപരത കുറയ്ക്കും. ഈ അസ്ഥിരമായ സാഹചര്യത്തിൽ താമസക്കാർ ജാഗ്രത പാലിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കാനും പ്രാദേശികമായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. തീരദേശ ദ്വീപ് പ്രദേശങ്ങളിൽ ആപേക്ഷിക ആർദ്രത ഉയർന്നേക്കാമെന്നാണ് ഡേറ്റയിൽ സൂചിപ്പിക്കുന്നത്. ഇത് രാത്രിയിലെ മൂടൽമഞ്ഞിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഈർപ്പമുള്ള റോഡ് പ്രതലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ന് കാറ്റ് നേരിയതോ മിതമായതോ ആയി വീശും. ചിലപ്പോൾ ഉന്മേഷദായകമാവുകയും ചെയ്യും. മണിക്കൂറിൽ 10 മുതൽ 25 കിലോമീറ്റർ വേഗതയിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശിയേക്കാമെന്നാണ് റിപ്പോർട്ട്. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ചില സമയങ്ങളിൽ കടൽ നേരിയതോ മിതമായതോ ആയി തുടരും. കടൽത്തീരങ്ങൾ ചിലപ്പോൾ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലകൾക്കുമൊക്കെ സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രകൃതിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം സംരക്ഷിതരായിരിക്കുക എന്നതാണ് പ്രധാനം. മഴ പെയ്യുന്ന സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലും പോകുന്നത് കഴിവതും ഒഴിവാക്കുക. ഔദ്യോഗികമായി ലഭിക്കുന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ മാത്രം പിന്തുടരുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരും പുറത്ത് ജോലി ചെയ്യുന്നവരും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തടയാൻ ആരോഗ്യപരമായ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. വരും ദിവസങ്ങളിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സുരക്ഷിതരായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം, കാലാവസ്ഥയിലെ മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അത് UAE-യിൽ മാത്രമല്ല, ലോകം മുഴുവനും അങ്ങനെയാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ കാലാവസ്ഥ. പെട്ടെന്ന് മഴ വരുന്നു, വെയിൽ വരുന്നു, മഞ്ഞു വരുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു വലിയ വെല്ലുവിളി കൂടിയായി മാറിയിരിക്കുന്നു. എന്തായാലും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം അതേപടി പാലിക്കുക. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാതിരിക്കുക. ഔദ്യോഗിക ചാനലുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പിന്തുടരുക. കഴിവതും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ സുരക്ഷ മറ്റുള്ളവരുടെയും കൂടി ആവശ്യമാണെന്ന് മറക്കാതിരിക്കുക. നമ്മളായിട്ട് മറ്റുള്ളവരെ മറ്റ് അപകടങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാതിരിക്കുക.